അപ്പോൾ അതേ നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ അവസാന ദിവസമാണ്. ഈ 10 ദിവസം എങ്ങനെയാണ് പോയതെന്ന് സത്യം പറയാച്ചറിയില്ല. കാരണം അത്രയും പെട്ടെന്നാണ് നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയത്. വളരെയധികം എൻജോയ് ചെയ്ത് സൂപ്പറായിട്ട് അടിച്ച് പൊളിക്കായിരുന്നു ഈ 10 ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഈ സിസ്റ്ററിനെ വിട്ട് പോകണമല്ലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഞങ്ങൾക്ക് സത്യം പറയാച്ച ഇത്രയും വിഷമം. ഈ സിസ്റ്റർ ഞങ്ങൾക്ക് അത്രയും അടിപൊളി ഒരു സിസ്റ്ററായിരുന്നു. ഈ സിസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 10 ദിവസം ഇത്രയും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ചെത്തി നടക്കാൻ പറ്റിയതെന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക അത്രയും ഞങ്ങളെ കംഫർട്ടാക്കി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് തന്നിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്ററായിട്ട് ഞങ്ങളുടെ ഒപ്പം. ഞങ്ങൾക്ക് എന്തും സിസ്റ്ററിനോട് പറയാം, എന്താവശ്യം ഉണ്ടെങ്കിലും സിസ്റ്ററിനോട് പറയാം, എന്താവശ്യം ഉണ്ടെങ്കിലും എന്താ പറയുക ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ടായാലും ഞങ്ങൾക്ക് നല്ല കോണ്ടാക്റ്റുള്ള സിസ്റ്ററായി മാറി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ LF വന്നിട്ട്. എന്താ പറയുക നമുക്ക് കുറച്ചധികം കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം ഈ 10 ദിവസത്തെ. അപ്പോൾ അതിൻ്റെ പണികളിലാണ്. ഗൈസ്, ഞങ്ങളുടെ കൂട്ടത്തിലെ അക്ഷയ സെൻ്ററിലെ ചേച്ചിനെ കാണിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ അക്ഷയ സെൻ്റർ. ഇനി നിന്നെ നല്ല രീതിക്ക് ഞങ്ങൾ പറയണേ. അക്ഷയ സെൻ്ററിലത്തെ ചേച്ചി എല്ലാം വാരിക്കോരി തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലടാ. അങ്ങനെ ഒരു പണി എടുക്കാണ്ട് ഞാൻ ചെയ്യുന്ന പണിയും നോക്കി ഇങ്ങനെ ഇരിക്കലാണ് അവരുടെ പരിപാടി. അപ്പോൾ അവർക്ക് എന്തും പറയാമല്ലോ. പിന്നെ എല്ലാവരും റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എന്തായാലും റിപ്പോർട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ അവസാന ദിവസമാണല്ലോ ഇവിടുത്തെ. അപ്പം ഞങ്ങളെല്ലാവരും ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല, സിസ്റ്റം 3 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ 3 മണിയുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിപ്പോർട്ടൊക്കെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 1 മണിക്കൂറൊക്കെ ഞങ്ങളുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ 5 എണ്ണം കൂടിയിട്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാതും ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്യുകയേ വേണ്ടുള്ളൂ. അപ്പോൾ സിസ്റ്ററിന് എല്ലാവർക്കും ഞങ്ങൾക്ക് കിടന്ന് പോരുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളൊരു ഫാമിലി ആയിട്ടായിരുന്നു അവിടെ ഈ 10 ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ആയാലും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വാട്ടം മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളും ഇടയ്ക്കൊക്കെ ചെല്ലും. ഞങ്ങൾക്കാണെങ്കിലും ഇന്നും ഞങ്ങൾക്ക് എന്താവശ്യത്തിന് വിളിക്കാൻ സിസ്റ്റർ ഉണ്ടല്ലോ. പിന്നെ എന്തായാലും ഞങ്ങൾ ഇത്രയേറെ വന്നതല്ലേ, ഇനി ഇവരും എന്തായാലും തൃശ്ശൂരൊക്കെ പോകും. അപ്പോൾ ഇനി എന്തായാലും ഇങ്ങനൊരു കൂടിക്കാഴ്ച ഇപ്പം ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും നമ്മളങ്ങനെ ഇത് വളരെ ലാസ്റ്റ് ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഈ അമ്മച്ചി പറഞ്ഞവള് വരില്ല. അതോടുകൂടി ഞങ്ങൾ 4 പേരും പോകുന്നായിരുന്നു. പിന്നെ ഇന്ന് എത്തിയപ്പോണ്ട് എഡ്വിൻ പറഞ്ഞു അവന് കാര്യം ചെയ്തിട്ടാണ്. അപ്പോൾ പ്ലാൻ ക്യാൻസൽ ചെയ്തു. പക്ഷെ ലാസ്റ്റ് മിനിറ്റില് എല്ലാം കലങ്ങി തെളിഞ്ഞ പോലെ അങ്ങനെ എല്ലാം കലങ്ങി തെളിഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബീച്ചിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ചധികം ഞങ്ങൾ ഈ പോണ നിമിഷം വരെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പോകാൻ പറ്റുമെന്ന്. കാരണം എപ്പോഴും ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം ഞങ്ങൾ അങ്ങനെ ചാവക്കാട് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറി പോന്നാൽ മതിയായിരുന്നു. വെറുതെ ആവശ്യമില്ലാണ്ട് ചാവക്കാട് ബസ് സ്റ്റോപ്പ് തൊട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എത്താറായി ഗൈസ്. എത്ര മീറ്ററുകൾ മാത്രം ബാക്കി. മീറ്ററൊന്നുമില്ല. എത്തി. അങ്ങനെ നമ്മൾ അവര് പിന്നാലെ വരുന്നുണ്ട് ഗൈസ്. നമ്മള് ബീച്ച് എത്തിയിരിക്കുകയാണ്. നല്ല നാറ്റം മൂക്ക് കുത്തി നടക്കേണ്ടി വരും. ബാക്കിയുള്ള ഐറ്റംസിനെ കാണാനില്ല ഗൈസ്. വരുന്നുണ്ട്. ഈ കൊട പിടിക്കോ? നല്ല കാറ്റ്. നമ്മൾ യാദർശികമായിട്ട് അങ്ങനെ ബീച്ചിലേക്ക് എത്തി. ഇനി കുറെ ഫോട്ടോസ് എടുക്കാം, പോസ്റ്റ് ചെയ്യാം, കണ്ണിൽ പൊടി കാറ്റ് പോസ്റ്റ് ചെയ്യുക, സ്റ്റോറി നിറയ്ക്കുക, ട്രെയിൻ ഇടുക. ഞങ്ങളുടെ സ്റ്റോറി കാണുന്നവർക്ക് ഇനി 2 ദിവസത്തേക്ക് വിശ്രമമില്ല. ഇന്നലെ ഞാൻ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു ട്രെയിൻ വന്നു, ഇന്നുണ്ടാവും ഞങ്ങളുടെ ട്രെയിൻ. അപ്പം ഞങ്ങൾ ബീച്ചിലെത്തിയിട്ട് കാണിച്ചത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. കുറേ നടന്നിട്ടോ, ആവശ്യമില്ലാണ്ട് നടന്നതാണ്. ഇത്ര നേരം ഞങ്ങളുടെ ബാഗ് പിടിച്ചത് അവന്മാരാട്ടോ. കാരണം ഞങ്ങൾ നടക്കണ്ടേ. ഞാൻ കുറച്ച് നടന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് ഓട്ടോ വിളിക്കാമെന്ന്. പിന്നെ ഇവർ ഇത്തിരി ഉള്ളോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ തൊട്ട് ഇവിടെ വരെ നടത്തിച്ചു കേട്ടോ. അങ്ങനെ ഞാനാണ് മാപ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ഉള്ളോ എന്ന് പറഞ്ഞതും ആദ്യം. അപ്പോൾ ഇവർ ഈ മാപ്പ് നോക്കി ഇങ്ങനെ നടന്നിട്ട് ഞാൻ മറ്റേ കാറിലൊക്കെ നമ്മൾ വണ്ടിയിൽ പോണതാണ് ഇട്ടത്. അതിൽ 7 മിനിറ്റൊക്കെ കണ്ടുള്ളൂ. നമ്മൾ നടക്കല്ലേ, അയ്യോ. അങ്ങനെ പിന്നെ ബീച്ചിലെത്തി ഞങ്ങളിങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. കാരണം ഞാൻ കുറച്ച് നാളായിട്ട് ബീച്ചൊക്കെ കണ്ടിട്ട്. അങ്ങനെ ബീച്ച് കണ്ട സന്തോഷത്തിൽ ഞങ്ങളവിടെ ആർമാദിക്കുകയായിരുന്നു ഗൈസ്. പിന്നെ
എന്റെ മുടി ഇങ്ങനെ സാധനം കുത്തിയേക്കട്ടെ പിന്നെ അങ്ങനെ കടലിലൊക്കെ കുറച്ച് നേരം ഇറങ്ങി കളിച്ച് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കയറിയിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ഞാനിങ്ങനത്തെ ചോക്കോബാറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോക്കോബാർ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഓരോ ചോക്കോബാറും അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് ഞങ്ങളവിടെ ഇരുന്ന് ഫോണൊക്കെ വിളിച്ച് ഓരോരുത്തരും ഞങ്ങളിങ്ങനെ കാണിക്കുമായിരുന്നു ഞങ്ങളിവിടെ വന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഫോണൊക്കെ വിളിച്ച് ഞങ്ങളിരുന്ന് ചോക്കോബാറൊക്കെ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. 5 എണ്ണം ഇറങ്ങിയിരിക്കുകയാണ് ബീച്ച് കാണാൻ. അതെന്താ മുക്കുവൻ. അങ്ങനെ മണലിൽ നിന്ന് റോഡിലേക്കൊക്കെ കയറിയിട്ട് ഞാൻ മണലൊക്കെ തട്ടിക്കളയാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഓരോരോ സ്ഥലത്തേക്ക് എത്തണം. ഇവന്മാർക്ക് തൃശ്ശൂർ എത്തണം. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞയക്കണം. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് പോവാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ ബീച്ച് യാത്രയൊക്കെ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.